ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് വൊക്കാബുലറി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതുപോലെ തന്നെ ആ വൊക്കാബുലറി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പുതിയ പുതിയ സെന്റൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നും, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഒരു ചെറിയൊരു പാരഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ചെറിയൊരു പാരഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചെറിയ മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പം പാരഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പാരഗ്രാഫ് ഒരു സിമ്പിൾ സ്റ്റോറിയിൽ നിന്നും എടുത്തിരിക്കുന്ന ആദ്യത്തെ ഒരു പാരഗ്രാഫ് മാത്രമാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇപ്പോൾ നിങ്ങൾ വായിക്കുന്ന ഏതെങ്കിലും ബുക്കിൽ നിന്ന് പാരഗ്രാഫ് എടുക്കാം, ഏതെങ്കിലും ഒരു എസ്സേയുടെ പാരഗ്രാഫ് എടുക്കാം, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു പാരഗ്രാഫ് എടുക്കാം. എന്താ നിങ്ങളുടെ ഇഷ്ടം, സ്റ്റോറി ആണെങ്കിൽ സ്റ്റോറി, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു പാരഗ്രാഫ് മാത്രം എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ, ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം ആ ഒരു ഇംഗ്ലീഷിൽ ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു പാരഗ്രാഫ് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ. There lived a lion in a big jungle. He walked like a king and roared like thunder. His eyes were like fireballs. The lion was very proud. When he went out for a walk, all the other animals shuddered with fear. They hid themselves or stood aside to make way for him. അപ്പൊ നമ്മള് ആ സ്റ്റോറിയുടെ ആ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലുള്ള ചില വേർഡ്സും ചില വൊക്കാബ്സും ഒന്നും നമുക്ക് അത്ര നന്നായിട്ട് ഇതിന്റെ മീനിങ് അറിയുന്നുണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ പാരഗ്രാഫിന്റെ മീനിങ് അല്ലെങ്കിൽ ഈ സ്റ്റോറി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ചില വേർഡ്സ് ഒക്കെ നമുക്ക് എന്താ ഇതെന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മളൊന്ന് വായിക്കുക, എന്നിട്ട് ഓരോ സെന്റൻസിലും വരുന്ന നമുക്ക് അറിയാത്ത വൊക്കാബുലറി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതിലെ ആദ്യത്തെ സെന്റൻസ് ആണ് There lived a lion in a big jungle. ഓക്കെ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ lived അറിയില്ല, ജംഗിൾ എന്താണെന്ന് അറിയില്ല. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. അപ്പൊ നിങ്ങളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എല്ലാ സെന്റൻസിലും ഏതാ അറിയാത്ത വൊക്കാബുലറിയും നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇത് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഈ അണ്ടർലൈൻ ചെയ്ത എല്ലാ വൊക്കാബുലറിയും നിങ്ങളൊന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അതിന്റെ മീനിങ്ങും നിങ്ങളൊന്ന് എഴുതി വെക്കുക. അപ്പൊ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്ന വൊക്കാബുലറിയും അതിന്റെ മീനിങ്ങും എന്താണെന്ന്, മീനിങ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഒന്നുകിൽ നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിക്ഷണറി യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന എല്ലാ വൊക്കാബുലറിയും അതിന്റെ മീനിങ്ങും നമുക്ക് നോക്കാം. ലിവ്ഡ് താമസിച്ചു, വാക്ഡ് നടന്നു, റോഡ് അലറി, തണ്ടർ ഇടി, ഫയർബോൾസ് അഗ്നിഗോളങ്ങൾ, ഷഡേർഡ് വിറച്ചു, പ്രൗഡ് അഭിമാനം, ഫിയർ ഭയം, സ്റ്റുഡ് നിന്നു. ഇങ്ങനെയുള്ള വൊക്കാബുലറിയൊക്കെ ഞാൻ ഇത്രയും ആ ഒരു പാരഗ്രാഫിൽ നിന്നും എടുത്തിരിക്കുന്ന വൊക്കാബുലറിയാണ്. അപ്പോൾ അതിന്റെ മീനിങ് ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ അതൊക്കെ ഞാൻ എഴുതി വെച്ചു. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാം, വീണ്ടും നമ്മൾ ഈ പറഞ്ഞ ഒരു പാരഗ്രാഫ് നമ്മളൊന്ന് വായിച്ചു നോക്കുക. ഇപ്പൊ വായിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിന്റെ മീനിങ് അറിയാലോ. അപ്പൊ നമുക്ക് ആ കംപ്ലീറ്റ് ഇതെന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇനി വീണ്ടും ഒന്ന് വായിച്ചു നോക്കിയിട്ട് അതിന്റെ മീനിങ്ങും കൂടെ ഒന്ന് മനസ്സിലാക്കിയാലോ. There lived a lion in a big jungle. ജംഗിൾ കാട്, ബിഗ് ജംഗിൾ വലിയ കാട്ടിൽ, ലിവ്ഡ് താമസിച്ചു, ഒരു വലിയ കാട്ടിൽ ഒരു സിംഹം താമസിച്ചിരുന്നു. ഹി വാക്ക്ഡ് ലൈക്ക് എ കിങ്, അവൻ നടന്നു, ലൈക്ക് എ കിങ് രാജാവിനെ പോലെ, ആൻഡ് റോഡ് ലൈക്ക് തണ്ടർ ഇടി, തണ്ടർ റോഡ് അലറി അല്ലെങ്കിൽ ഗർജിച്ചു, ഇടിമുഴക്കം പോലെ ഗർജിച്ചു. അവൻ രാജാവിനെ പോലെ നടക്കുകയും ഇടിമുഴക്കം പോലെ ഗർജിക്കുകയും ചെയ്തു. ഹിസ് ഐസ് വെയർ ലൈക്ക് ഫയർബോൾസ്. ഹിസ് ഐസ് അവൻ്റെ കണ്ണുകൾ ലൈക്ക് ഫയർബോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നിഗോളങ്ങൾ പോലെ ആയിരുന്നു. ദ ലയൺ വാസ് വെരി പ്രൗഡ്. പ്രൗഡ് അഭിമാനം. സിംഹം വളരെ അഭിമാനത്തിലായിരുന്നു. വെൻ ഹി വെൻറ്റ് ഔട്ട് ഫോർ എ വാക്ക്, അവൻ നടക്കാനിറങ്ങിയപ്പോൾ, ഓൾ ദ അതർ ആനിമൽസ് മറ്റെല്ലാ മൃഗങ്ങളും ഷഡേർഡ് വിത്ത് ഫിയർ, ഫിയർ ഭയം, ഷഡേർഡ്
വിറച്ചു. ഭയം കൊണ്ട് വിറച്ചു. അവൻ നടക്കാനിറങ്ങിയപ്പോൾ മറ്റെല്ലാ മൃഗങ്ങളും ഭയം കൊണ്ട് വിറച്ചു. They hid themselves. Hid, ഒളിച്ചു. ഹൈഡ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ്. അപ്പോൾ they hid themselves. അവർ സ്വയം ഒളിച്ചു നിന്നു. Or stood aside, അല്ലെങ്കിൽ മാറി നിന്നു. To make way for him, അവന് വഴിയൊരുക്കാനായിട്ട്. അതായത് സിംഹത്തിന് വഴിയൊരുക്കാനായിട്ട് അവർ സ്വയം ഒളിച്ചു, അല്ലെങ്കിൽ അവർ മാറി നിന്നു. ഇപ്പോൾ ആ പാസേജ്, അതായത് ആ സ്റ്റോറിയുടെ ആദ്യത്തെ പാരഗ്രാഫ് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായി അല്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന വൊക്കാബുലറിയിൽ നിന്ന് നമുക്ക് കുറച്ച് വൊക്കാബുലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതായത് കുറച്ച് വേർബ് നമുക്കൊന്ന് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലിവ്ഡ്, വാക്ഡ്, റോഡ്, സ്റ്റുഡ്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുക? അടുത്തത് ഈ ഓരോ വേർബിന്റെയും 5 ഫോംസ് ഓഫ് ദ വേർബ് എഴുതി വെക്കുക. അപ്പൊ ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ലിവ്ഡ്, ഇതിന്റെ 5 ഫോംസ് ഏതാണ്? ലിവ്, ലിവ്ഡ്, ലിവ്ഡ്, ലിവിങ്, ലിവ്സ്. 5 എണ്ണം കിട്ടിയല്ലോ. ഇനി നിങ്ങൾ നെക്സ്റ്റ് എന്താ ചെയ്യുക? ഈ ഓരോ വേർബിലും നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കി നോക്കുക. അതായത് ഈ ഓരോ വേർബിന്റെ ഓരോ ഫോമിലും നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കി നോക്കണം. അപ്പൊ അതെങ്ങനെയാണ്? ആദ്യത്തേത് ലിവ്. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. അവരൊരു ചെറിയ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ഇതെങ്ങനെ പറയാം? ദേ, അപ്പോ ലിവ് അല്ലെ? ദേ പ്ലൂറൽ ആണ്. ദേ ലിവ് ഇൻ എ സ്മോൾ അപ്പാർട്ട്മെന്റ്. അപ്പൊ ഇവിടെ ഷീ ആണെങ്കിൽ അല്ലെങ്കിൽ ഹി ആണെങ്കിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ലിവ്സ്. അപ്പോ ഷീ ലിവ്സ് ഇൻ എ സ്മോൾ അപ്പാർട്ട്മെന്റ്. അപ്പൊ ലിവ്, ലിവ്സ്, ഇത് രണ്ടും നമ്മൾ എഴുതിയല്ലോ. ഇനി അടുത്ത ഏതാണ്? ലിവ്ഡ്. എന്താണ് അതിന്റെ മീനിങ്? താമസിച്ചു അല്ലെ? അപ്പോ അതിന്റെ നമുക്കിപ്പം സിമ്പിൾ പാസ്റ്റിൽ എഴുതാം, അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റിൽ എഴുതാം. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റിൽ എഴുതുന്ന സമയത്ത് ഹാസ് ഓർ ഹാവ് ആഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഞങ്ങൾ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിൽ താമസിച്ചു എന്നാണ് പറയുന്നത്. വി ലിവ്ഡ് ഇൻ എ സ്മോൾ അപ്പാർട്ട്മെന്റ്. ഇതിപ്പോ ഞങ്ങൾ ചെറിയൊരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് we have lived in a small apartment. അപ്പൊ നമ്മൾ ലിവ്ഡിന് 2 സെന്റൻസ് ഉണ്ടാക്കി അല്ലെ? ഇനി അടുത്തത് ലിവിങ് എന്നുള്ളത് അതെന്താണ്? കണ്ടിന്യൂസ് ആണ് അല്ലെ? അപ്പൊ ഞാനിപ്പോൾ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയാണ്. അതെങ്ങനെ പറയാം? I am living in a small apartment. കണ്ടല്ലോ? അപ്പൊ നമ്മളിപ്പോ ലിവ്, ലിവ്സും അത് രണ്ടും ചെയ്തു. പിന്നെ ലിവ്ഡ്, ലിവിങ്. അപ്പൊ 5 ഫോംസ് ഓഫ് ദ വേർബ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെറിയ ചെറിയ സെന്റൻസുകൾ ഉണ്ടാക്കി പഠിച്ചു. അപ്പൊ ഇനി നിങ്ങൾ ഇതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വൊക്കാബുലറിയും നിങ്ങൾ എടുത്തിട്ട് ഇതുപോലെ കുറെ സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ നിങ്ങൾക്ക് മാക്സിമം എത്രയാണോ ഉണ്ടാക്കാൻ പറ്റുന്നത് അത്രയധികം നിങ്ങൾക്ക് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇപ്പൊ ഈ ഒരു പാരഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ഇനിയും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഈ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.